ഇന്ന് ന്യൂനമർദ്ദത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ന്യൂനമർദ്ദം നമുക്ക് ആരും പറയാണ്ട് തന്നെ തിരിച്ചറിയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മേഘം വരുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് തള്ളിപ്പോകുന്നത്. തെക്ക് കിഴക്കോട്ട് ഭാഗത്തേക്ക് തള്ളിപ്പോകുന്ന മേഘം ഒരിക്കലും ഈ ആഗസ്റ്റ് സെപ്റ്റംബറിൽ വരെ ഉണ്ടാവാൻ പാടില്ല. ഇത് ന്യൂനമർദ്ദത്തിൻ്റെ ലക്ഷണമാണ്. ശരിയായ മൺസൂൺ എന്ന് പറഞ്ഞാൽ അത് വടക്ക് കിഴക്കോട്ട് വായു തള്ളിപ്പോകണം. ആ മേഘങ്ങളെല്ലാം ആ സ്ഥലത്തോട്ടാണ് തള്ളിപ്പോകേണ്ടത്. അത് മൺസൂണിൻ്റെ മേഘങ്ങളാണ്. കറക്റ്റ് വായു സഞ്ചാരമാണ്. എന്നാൽ ഇതിപ്പോൾ വരുന്നത് കിഴക്ക് തെക്കോട്ടാണ് ഈ കടന്നു വരുന്നത്. ഇത് പടിഞ്ഞാറ് ഉണ്ടാ, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് പടിഞ്ഞാറ് സൂര്യാസ്തമനം. ഇത് ഇപ്പോൾ വരുന്നത് വടക്ക് പടിഞ്ഞാറ് നിന്നാണ് ഈ മേഘം തള്ളി വരുന്നത്. വടക്ക് പടിഞ്ഞാറിൽ നിന്ന് തെക്ക് കിഴക്കോട്ടാണ് അതിൻ്റെ സഞ്ചാരം. അങ്ങനെ പോകുമ്പോൾ അതൊരു ന്യൂനമർദ്ദം രൂപം കൊള്ളാൻ സാധ്യതയുള്ള ഒരു അന്തരീക്ഷം ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഏകദേശം 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ശക്തമായ മഴയും അത്യാവശ്യം ഇടിവെട്ടും കാറ്റും ഒക്കെ ഉണ്ടാവും എന്ന് നമുക്ക് സൂചന കിട്ടിക്കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ ലക്ഷണം. പടിഞ്ഞാറ്, ഇത് പടിഞ്ഞാറ്, ഇത് വടക്ക് പടിഞ്ഞാറ്. ആ ഭാഗത്തുനിന്ന് തെക്ക് കിഴക്കോട്ട് തള്ളിപ്പോവുകയാണ്. നേരെ തിരിച്ചാണ് പോകുന്നത്. മൺസൂൺ കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. ആഗസ്റ്റ് സെപ്റ്റംബറിൽ നിന്ന് ഏകദേശം ഓർക്കണില്ല. സെപ്റ്റംബർ 4 തീയതിയാണ് ഇന്ന്. സെപ്റ്റംബർ 4 ആ സമയത്താണ് കേട്ടോ ഇതാണ് ന്യൂനമർദ്ദം കേട്ടോ. ഓക്കെ, ഇത്രയുള്ള വീഡിയോ.